ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനാണ് എൻ്റെ മുമ്പിലുള്ളത് അല്ലേ? അവരുടെ രക്ഷിതാക്കളും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ അഭിമുഖീകരിക്കാൻ പോവുക. അവരുടെ ജീവിതം എന്തായി തീരണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന പരീക്ഷ. ഇനി എത്ര ദിവസമുണ്ട് പരീക്ഷയ്ക്ക്? 36-37 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ? ഹാഫ് ഇയർലി പരീക്ഷ കഴിഞ്ഞു, പോർഷൻസ് കംപ്ലീറ്റ് ആയി, പ്രീ മോഡൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, അടുത്തന്നെ മോഡൽ പരീക്ഷ വരാൻ പോകുന്നു അല്ലേ? ഫൈനൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. ഇരിക്കുമ്പോൾ കിടക്കാൻ തോന്നുന്നു, കിടക്കുമ്പോൾ ഇരിക്കണം തോന്നുന്നു. ഇന്ന് വിചാരിക്കും നാളെ തുടങ്ങാമെന്ന്. ദിവസങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് പഠിച്ചതിന് ശേഷം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഓർമ്മയിലില്ല. ഒരു ഭാഗത്ത് പാരൻസ്, വേറെ ഭാഗത്ത് ടീച്ചേഴ്സ്, നടുവിൽ കുറേ റീലുകളും, പിന്നെ നമ്മളും. ആകെ പ്രശ്ന സങ്കീർണമായി നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ നിങ്ങളുടെ സംബോധന ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് വറി. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും തൊട്ടും പടുന്ന ഹാഫ് ഇയർലി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും 0 മാർക്ക് മാത്രമേ ലഭിച്ചില്ലെങ്കിൽ പോലും അതൊക്കെ മറന്നേക്കും. ഈ 36 ദിവസങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ നിങ്ങൾക്കും കഴിയും, ഒരു സംശയമില്ല. ആർ റെഡി? അതിനെക്കുറിച്ചാണ് കുറച്ചേരം ഞാൻ നിങ്ങളായിട്ട് സംവദിക്കാൻ പോകുന്നത്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. ഇവിടെ ചെറ്റ കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്നത് 90 വയസ്സായ കിളവന്മാരും കിളവുകളൊക്കെയാണ്. അസമാഷനോട് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സ്മാർട്ടായിട്ട് കുട്ടികളാണ് ഈ വർഷത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി, സ്മാർട്ട്നെസ് ഒക്കെ ആ റെസ്പോൺസൊക്കെ ഉണ്ടാവണം. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വന്നാൽ പുറട്ടക്ക് പറഞ്ഞ് നിൽക്കണം. സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ. ഓക്കെ, ഇനി സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റുന്നു. സ്പ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? സ്പ്രിങ് അപ്പ് എന്ന് എന്താ ചെയ്യുക? ഒരു സ്പ്രിങ് പ്രസ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കയ്യങ്ങെടുത്ത് എന്താ സംഭവിക്കുക? ട്രാക്ക് നമ്പർ ജമ്പ് ചെയ്യും മാക്സിമം ഉയരത്തിലേക്ക് അല്ലേ? പിന്നെ താഴോട്ട് വീഴും. അവിടെ നിൽക്കുമോ? ഇല്ല, വീണ്ടും പൊങ്ങും. പക്ഷെ അത് അത്ര പൊങ്ങില്ല, വീണ്ടും താഴെ വീഴും. അങ്ങനെ പല പ്രാവശ്യം താഴെയും പൊങ്ങും ചെയ്ത് അവസാനം സ്റ്റോപ്പ് ആവും. ക്ലിയർ? സ്പ്രിങ് അപ്പ്. ഇത് കുറെ തുരുമ്പ് പിടിച്ച സ്പ്രിങ് ആണ്. താങ്ക് യു. സ്പ്രിങ് അപ്പ് എന്ന സമയത്ത് ചാടിയിട്ട് റെഡി, സ്പ്രിങ് അപ്പ്. ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒപ്പം ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അടുത്ത പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് അല്ലെങ്കിൽ A+ഓടെ ജയിക്കാൻ പോവാണ്. എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഒരു കുട്ടിക്കും അടുത്ത പരീക്ഷയിൽ ഒരു വിഷയത്തിനും C+ന് താഴെ ഉണ്ടാവില്ല. എന്തേ? ഞാൻ അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചിരി. നടക്കുന്ന കാര്യം പറ സാറേ എന്നാണ്. ഒരു D+ഓ C+ഓ കിട്ടിയാൽ തന്നെ മഹാഭാഗ്യം എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് എല്ലാ വിഷയത്തിലും A ഗ്രേഡ് A+ ഒക്കെ പറയുന്നത്. സാർ ഞങ്ങളെക്കുറിച്ച് എന്താ അറിയാം? ഹാഫ് ഇയർലി പരീക്ഷ മാർക്ക് സാറിന് അറിയോ എന്നൊക്കെയാണ് ചിലക്കാരുടെ മുഖഭാവങ്ങൾ വിളിച്ച് പറയുന്നത്. അറിഞ്ഞു തന്നെയാ പറയുന്നത്. മാഷക്കനോട് കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും 0 മാർക്ക് മാത്രമേ ലഭിച്ചില്ലെങ്കിൽ പോലും അതൊക്കെ മറന്നേക്കും. ഇനിയുള്ള ദിവസങ്ങൾ തന്നെ മതി. റെഡി? ആ ദിവസങ്ങളെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചാണ് കുറച്ചേരം ഞാൻ നിങ്ങളായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചേരം നമുക്ക് ഒന്നിച്ചു പോകാം, ഒരു 1.5 മണിക്കൂർ. കുഴപ്പമില്ലല്ലോ? പക്ഷെ ഇടയ്ക്ക് ബ്രേക്കൊന്നും തരില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സാ. പറ്റുമോ? സാധാരണ രീതിയിൽ തുടർച്ചയായിട്ട് 2 മണിക്കൂറൊക്കെ ക്ലാസ്സിൽ ഇരിക്കാന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണോ? സത്യം പറയണോ? ഇഷ്ടമല്ല. പ്രസംഗമാണെങ്കിലോ അതും ഇഷ്ടമല്ല. ഉപദേശങ്ങളാണെങ്കിലോ തീരെ വേണ്ട, സഹിക്കാൻ പറ്റില്ലല്ലേ? ഇപ്പൊ ക്ലാസ് എടുക്കാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല, പ്രസംഗിക്കാനും പാടില്ല. പിന്നെ ഞാനെന്താ ചെയ്യാ? എന്തേ പാട്ട് പാടാനോ? അങ്ങനെ അപ്പം തന്നെ എഴുന്നേറ്റോ? ഞാനൊരു പാട്ടുകാരനല്ല. ഞാൻ അത്തരത്തിലുള്ള സെഷൻ അല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ തമ്മിലൊരു ചർച്ചയാണ്. എങ്ങനെ പഠിക്കണം, പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും എങ്ങനെ A+ വാങ്ങിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ തമ്മിലുള്ള ഡിസ്കഷനാണ്. ഞാനിങ്ങനെ പറയുക, നിങ്ങൾ കേട്ടിരിക്കുന്ന രീതിയല്ല. നിങ്ങളുടെയും കൂടി സഹകരണത്തോടു കൂടെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. റെഡി? എങ്കിൽ നന്നായിട്ടത് കൈയടിച്ച പ്ലീസ് ക്ലാപ്പ്. സ്റ്റോപ്പ്. ചില ആൾക്കാർക്ക് ചില കാര്യം തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. സ്റ്റോപ്പ് അതിന് അപ്പം നിർത്താൻ പറ്റണേ. വൺസ് പ്ലീസ് ക്ലാപ്പ്. സ്റ്റോപ്പ്. ഇനി സ്റ്റോപ്പ് എന്ന നിമിഷം വീണ്ടും ആരെങ്കിലും ക്ലാപ്പ് ചെയ്യണം. 100 രൂപ ഫൈൻ. പ്ലീസ് ക്ലാപ്പ്. സ്റ്റോപ്പ്. 100 രൂപ ഫൈനാണെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരല്ല കേട്ടാ. 1 സെക്കൻഡ് പ്ലീസ് ക്ലാപ്പ്. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. എടാ സ്റ്റോപ്പ് തന്നെ കൈയടിക്കല്ലേ, ഇത് നിർത്തുകയാണ്. പ്ലീസ് ക്ലാപ്പ്. സ്റ്റോപ്പ്. ക്ലാപ്പ്. സ്റ്റോപ്പ്. ചില ആൾക്കാർക്ക് എവിടെയാ നിർത്തേണ്ടതെന്ന് അറിയില്ല. വേറെ ചില ആൾക്കാർക്ക് എവിടെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല അല്ലേ? ചില കാര്യങ്ങൾ തുടങ്ങേണ്ടടുത്ത് കൃത്യമായിട്ട് തുടങ്ങുക എന്ന് പറയുന്നത്, വേറെ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പരീക്ഷാ വിജയത്തിനും ജീവിത വിജയത്തിനും വളരെ പ്രധാനമാണ്. ഇന്നു മുതൽ നമ്മൾ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോവുക. റെഡി? വേറെ ചില കാര്യങ്ങൾ നിർത്താനും പോവുക. റെഡി? എന്തൊക്കെയാ തുടങ്ങാൻ പോകുന്നത്? പഠനം. ഇത് തുടങ്ങിയില്ല? ഇന്നൊക്കെ തീരുമാനിച്ചല്ലോ, നല്ലത്. എന്തൊക്കെയാ നിർത്താൻ പോകുന്നത്? എന്തൊക്കെയാ? ഫോണ്. നടക്കുന്ന കാര്യം പറയേ. പിന്നെ വേറെ
ആ പുറത്ത് പറയാൻ പറ്റാത്ത മറ്റു പല സ്വഭാവങ്ങളും അല്ലേ. ഏതായാലും എല്ലാം പുറത്ത് പറയാൻ പറ്റിക്കൊള്ളണല്ലേ? ആന്ന് പുറത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് സ്വഭാവമുണ്ടല്ലേ? ഓക്കെ. ഏതായാലും ഇവിടെ കയറി വന്ന ആൾക്കാരാവരുത് തിരിച്ചു പോകുന്നത്. വൈകിട്ട് വീട്ടിൽ ചെല്ലുന്ന നിങ്ങളുടെ പാരൻസ് ഒക്കെ അത്ഭുതപ്പെട്ടു പോകണം. രാവിലെ ഇറങ്ങിപ്പോയ പിള്ളേരല്ലല്ലോ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമോ? യെസ്. അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചേഴ്സ് അത്ഭുതപ്പെട്ടു പോകണം, കഴിഞ്ഞ ദിവസം കണ്ട പിള്ളേരല്ലോ. യെസ്. അത്തരത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. റെഡി? റെഡി? ഒന്ന് മറിച്ചത് നിങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഒരു കുഴപ്പമില്ല. ഈ ദിവസങ്ങൾ തന്നെ മതി. അധികം ആൾക്കാരും അത്തരത്തിൽ മികച്ച സ്കോറിലേക്ക് എത്തുന്ന അവസാനത്തെ ലാപ്പിൽ ഓടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിൽ 12,000 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. കഴിഞ്ഞ വർഷത്തെ ഹാഫർലി പരീക്ഷയുടെ റിസൾട്ട് അനാലിസിസ് നടത്തിയ സമയത്ത് 5,000-ൽ താഴെ A+ ജില്ലയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 7,000 കുട്ടികളും A+ലേക്ക് വന്നത് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞ ഹാഫർലി പരീക്ഷയ്ക്ക് മാർക്കില്ലാത്തതോ പഠിക്കാത്തോ ഒന്നും വിഷയമല്ല, അതൊക്കെ മറന്നേക്കും. ഇനിയുള്ള ദിവസങ്ങൾ ബാക്കി എല്ലാം മറന്നുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും, ഒരു സംശയമില്ല. റെഡി? റെഡി? നിങ്ങൾ സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നത് മതി. വീട്ടകത്തിലെടുത്ത് തീർച്ചയായും അതെന്റെ മേലെ കിട്ടാൽ മതി. ഓക്കെ ഓക്കെ, മതി മതി. കുറച്ച് അങ്ങോട്ട്, കുറച്ചുകൂടി അപ്പുറത്തെ അപ്പുറത്തെ. ഓക്കെ. ഇയാളെ കുറിച്ച് അറിയോ? ആരാണ്? ഉസൈൻ ബോൾട്ട്. അദ്ദേഹത്തിന്റെ മത്സരം കണ്ടിട്ടുണ്ടോ? ആരാണ് അദ്ദേഹം? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഓട്ടക്കാരിൽ ഒരാളല്ലേ, ഏറ്റവും വേഗത കൂടി ഓട്ടക്കാരിൽ ഒരാൾ അല്ലേ? അതൊരു മത്സരം കണ്ടോ? യൂട്യൂബിലുണ്ട്. 200 മീറ്ററും 400 മീറ്ററും ഒക്കെ മത്സരം നിരീക്ഷിച്ചാൽ തുടക്കത്തിൽ അദ്ദേഹം പുറകില, പകുതി വരെയും അദ്ദേഹം പുറകില. പക്ഷെ അവസാനത്തെ ലാപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുതിപ്പുണ്ട്, സർവ്വശക്തി എടുത്തൊരു കുതിപ്പ. ആ കുതിപ്പിലൂടെ എല്ലാ ആൾക്കാരെയും കവച്ചു വെച്ച് അദ്ദേഹം മുമ്പിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ എവിടെ എന്നുള്ളത് വിഷയമേ അല്ല. ഇതാ നിങ്ങൾ അവസാനത്തെ ലാപ്പിലേക്ക് കയറുകയാണ്. ഇവിടെ നിങ്ങൾ സർവ്വശക്തി എടുത്തൊന്ന് കുതിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുന്ന ഗ്രേഡുമായിട്ട് ജയിക്കാൻ പറ്റും. റെഡി? ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ അതൊന്നും വിഷയമല്ല, ഇനിയുള്ള ദിവസം തന്നെ മതി. ഇങ്ങനെ ആളെ കുറിച്ച് കേട്ടല്ലോ, VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. 18 വയസ്സിൽ എഴുതാനും വായിക്കാനും അറിയാത്തൊരു മനുഷ്യൻ. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, സ്കൂളിൽ പോയിട്ടില്ല. 18-ാമത്തെ വയസ്സിൽ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. ആദ്യ ദിവസം അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ച് ബഹുമാനത്തോടെ നിന്നു. അദ്ദേഹത്തിന് തന്നെ കുറിച്ച് ഭയങ്കര മതിപ്പൊക്കെ തോന്നി. ഞാനാരാ മോഹൻ എന്നെ അഭിമാനിച്ചു നിൽക്കുന്ന സമയത്താണ് ആ അമ്പലത്തിന്റെ തൊട്ടടുത്ത വീട്ടിലെ ചെറിയൊരു പെൺകുട്ടി, 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ലേറ്റുമായിട്ട് ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് വരികയാണ്. എല്ലാ ആൾക്കാരും വിളിച്ച് സ്ലേറ്റ് ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് നീട്ടിയിട്ട് കുട്ടി ചോദിക്കുക, ചേട്ടാ എനിക്കിതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അദ്ദേഹം സ്ലേറ്റിലേക്കൊന്ന് നോക്കി. അതുവരെ അത്തരത്തിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ അദ്ദേഹം പരിചയപ്പെട്ടിട്ടില്ല. തന്നെ ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാർ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അറിയില്ല എന്നെങ്ങനെയാ പറയാ? നാണക്കേട്. അദ്ദേഹം പറയുകയാ, ആ സമയത്ത് ഭൂമി എന്നങ്ങ് വിഴുങ്ങിപ്പോകട്ടെ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയി. ആ സമയത്ത് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരാൾ കയറി വന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്ന വ്യാജേന അദ്ദേഹം ആ കുട്ടിയെ അവഗണിച്ചു. പല പ്രാവശ്യം കുട്ടി ചേട്ടാ ചേട്ടാന്നൊക്കെ വിളിച്ചു. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ ആയപ്പോൾ കുട്ടി സങ്കടത്തോടു കൂടെ തിരിച്ചുപോയി. തൽക്കാലം രക്ഷപ്പെട്ടു. അദ്ദേഹം പറയുക, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരു 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും തലയോർത്തി നിൽക്കാൻ പറ്റാത്ത ഞാനെന്ത് ശാന്തിക്കാരൻ, ഇതെന്തൊരു നശിച്ച ജീവിത, എനിക്കിങ്ങനെ ജീവിക്കണ്ട. അന്ന് രാത്രി അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക, എനിക്ക് പഠിക്കണം, ഞാൻ പഠിക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് ആ പെൺകുട്ടിയോടെ പഠിക്കാനിരിക്കുകയാണ് VT ഭട്ടതിരിപ്പാട്. 18 വയസ്സുകാരൻ 1-ാം ക്ലാസ്സുകാരിയുടെ കൂടെ. ആഴ്ചകൾ കൊണ്ട് തന്നെ മലയാള ഭാഷ വായിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് വെള്ളം കെട്ടിക്കൊണ്ടുവന്നൊരു പേപ്പറിന്റെ കഷ്ണം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്ന് വിട്ടു. അത് നിർത്തി നോക്കുമ്പോൾ അതിലൊരു പരസ്യമുണ്ട്, ഒരു കുടയുടെ പരസ്യ, മാന്മാർക്ക് കുട. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഓരോ അക്ഷരവും ചേർത്ത് പിടിച്ച് അദ്ദേഹം അത് വായിച്ചെടുത്തു. അതിനുശേഷമുള്ള സെന്റൻസും വായിച്ചു, വീണ്ടും ശ്രമിച്ചു, എഴുതാൻ പഠിച്ചു എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരിൽ ഒരാളായിട്ട് മാറി VT ഭട്ടതിരിപ്പാട്. 18 വയസ്സിൽ എഴുതാനും വായിക്കാത്ത ഒരാള് അതിനുശേഷം പഠിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ചക്ക
വേരിലും കായ്ക്കും. 3 ആഴ്ച കൊണ്ടാ മലയാളം എഴുതാൻ അറിയാത്ത ആൾ വായിച്ച് പഠിച്ചിട്ട് പുസ്തകം എഴുതാൻ തുടങ്ങിയത്. യെസ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പക്ഷേ വീട്ടി ഭട്ടതിരിപ്പാട് പഠിക്കാൻ തുടങ്ങിയത് അച്ഛൻ പറഞ്ഞിട്ടല്ല, അമ്മ പറഞ്ഞിട്ടല്ല, ടീച്ചേഴ്സ് പറഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് ഉള്ളുന്നൊരാഗ്രഹം വരികയാ, എനിക്ക് പഠിക്കണം, ഞാൻ പഠിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ഉള്ളുന്നൊരാഗ്രഹം വരികയാണെങ്കിൽ ഈ 2 മാസം മതി. നിങ്ങളെ മുഖത്തൊക്കെ ചിലപ്പോൾ ചില ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മണ്ടൻ മരമണ്ടൻ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നൊക്കെ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്, റിസൾട്ട് കാണിച്ചു തരാം. ആരടി എനിക്ക് അത്തരത്തിൽ പിള്ളേരെ ഇഷ്ടം. ഒരു ഡിസംബർ വരെ നന്നായിട്ട് ഉഴപ്പിയിട്ട് അവസാനത്തെ 2 മാസം നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാ ആൾക്കാരെയും ഞെട്ടിക്കുന്ന റിസൾട്ട് ആയിട്ട് ജയിക്കുക. അത്തരത്തിൽ വിജയിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് എന്താ? കോൺഫിഡൻസ് ആണ്. എനിക്കതിന് പറ്റും, ഐ ക്യാൻ. ആ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ വിജയത്തിൻ്റെ പകുതി ദൂരം നമ്മൾ താണ്ടിക്കഴിഞ്ഞു. പാട്ട് പാടാൻ കഴിവുള്ളത് കൊണ്ട് ഒരാൾക്ക് നല്ല പാട്ടുകാരനാവാൻ കഴിയില്ല. എനിക്ക് പാട്ട് പാടാൻ പറ്റുമെന്നുള്ള വിശ്വാസം കൂടി ഉണ്ടാവണം. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളത് കൊണ്ട് ഒരാൾക്ക് നല്ല ചിത്രകാരനാവാൻ കഴിയില്ല. എനിക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം കൂടി ഉണ്ടാവണം. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് പഠിക്കാൻ കഴിയില്ല. A+ വാങ്ങിക്കാൻ കഴിവുള്ളതുകൊണ്ട് അവിടേക്ക് എത്താൻ കഴിയില്ല. എന്ത് വേണം? എനിക്കതിന് പറ്റുന്നു. നമുക്ക് നമ്മളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവണം. എല്ലാ വിഷയത്തിലും A+ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി. ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും കൈപൊക്കിയിട്ട് താങ്ക് യു. എല്ലാ വിഷയത്തിലും A+ കിട്ടുന്ന 100% വിശ്വാസമുള്ള എത്ര പേരുണ്ട്? കൈപൊക്കി. ഒരു കുട്ടി പോലും ഇല്ല. എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാ ആൾക്കാരും പറയുന്നത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അല്ലേ? ആദ്യം എന്താ വേണ്ടത്? നമ്മളൊരു വയലിലൂടെ ഇങ്ങനെ പോവുകയാണ്. മുമ്പിൽ വെള്ളം ഒഴുകുന്ന ചളിയുള്ള ചെറിയ തോട്, അപ്പുറത്തേക്ക് പോകണം, പാലമില്ല. എന്താ ചെയ്യാ? ചാടില്ലേ? ചാടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്താ വേണ്ടത്? ചാടിയാൽ ഞാൻ അപ്പുറമെത്തുള്ള വിശ്വാസമല്ലേ? ഞാനെന്തായാലും അപ്പുറത്തെത്തിയിരിക്കും. ആ ഒരു വിശ്വാസത്തോടെയാണ് ചാടുന്നെങ്കിൽ അപ്പുറത്തെത്തും, ഉറപ്പാണല്ലോ. സംശയത്തോടെ ചാടുന്നെങ്കിലോ ഞാൻ എന്തായാലും വീഴും, വേറെ വഴിയൊന്നുമില്ല, എല്ലാവരും ചാടാൻ പറയുന്നുണ്ട്, ഇന്ന് വീഴുന്നവർ കണ്ടോട്ടെ, ഞാൻ ചാടിയേക്കാം. വെള്ളത്തിൽ വീണിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, അല്ലേ? അവിടെ തോടിൻ്റെ വീതിയാണോ പ്രശ്നം? അല്ല, തോടിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മളെന്ത് ചിന്തിക്കുന്നു എന്നിടത്താണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ പഠനവും പരീക്ഷയൊക്കെ. ഈ 2 മാസം കൊണ്ട് ഞാനും മറുകരയിലേക്ക് എത്തും, ഐ ക്യാൻ. അത്ര പൂർണ്ണ വിശ്വാസമുള്ള പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പരീക്ഷ ചെയ്യാനും തയ്യാറാവും. നിങ്ങളും മറുകരയിൽ എത്തും. റെഡി? പിന്നെ ആദ്യം എന്ത് വേണം? എനിക്കതിന് പറ്റുന്ന വിശ്വാസമാണ്. നിങ്ങളൊക്കെ നല്ല സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം സമർത്ഥരാണ്, അല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. പക്ഷെ ആ സാമർത്ഥ്യമുള്ളത് കൊണ്ട്, ബുദ്ധിയുള്ളത് കൊണ്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയില്ല. ആം സ്മാർട്ട്, ആം ഇൻ്റലിജൻ്റ് എന്ന് നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. നിങ്ങളൊക്കെ സ്മാർട്ടല്ലേ? ഇൻ്റലിജൻ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? എങ്കിൽ എനിക്ക് ഇരിക്കുന്നതിൽ സ്മാർട്ടായ ഇൻ്റലിജൻ്റായ ഒരാളെ ആവശ്യമുണ്ട്. പ്ലീസ് കമോൺ. ഗേൾസ് ഓർ ബോയ്സ് ആരായാലും കുഴപ്പമില്ല, ഒരാൾക്ക് എഴുന്നേറ്റ് വരാം. കമോൺ. നിങ്ങളുടെ ഭാഗത്ത് ആളില്ല, ഞാൻ പാരൻസിനെ വിളിക്കും. സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് വിശ്വസിക്കുന്ന കുട്ടികളൊരാൾ എഴുന്നേറ്റ് വാ. കമോൺ. ആരും എഴുന്നേറ്റ് വാടോ തിരിഞ്ഞു നോക്കാതെ. കമോൺ. സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ് വിശ്വസിക്കുന്ന ഒരാൾ. കമോൺ, എഴുന്നേറ്റ് വാടോ. ഇത്രയും പേര് ഇരുന്നിട്ട് സ്മാർട്ടായ ഇൻ്റലിജൻ്റായ ഒരാൾ പോലും ഇല്ല ഇവിടെ. എഴുന്നേറ്റ് വാ. ആ, കമോൺ, വാടോ, എഴുന്നേറ്റ് വാ. കൊണ്ടുപോകാനൊന്നല്ല, ജസ്റ്റ് ഇവിടേക്ക് വന്നാൽ മതി. കമോൺ. ആരൊക്കെ എഴുന്നേറ്റ് വാടോ. ഇവിടെ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ് വിശ്വസിക്കുന്ന ആൾ. യെസ്, കമോൺ, സ്റ്റാൻഡ് അപ്പ്, കമോൺ. ആരൊക്കെ ഒരാൾ വാ. ഇത്രയും പേര് എഴുന്നേറ്റ് വാ. കമോൺ, ഇത് വാ, ഒന്നോ ധൈര്യമായിട്ടൊന്നോ വാടോ, ഒന്നോ. കമോൺ. യെസ്, പി അല്ലേ? കമോൺ, സ്റ്റാൻഡപ്പ്. വന്നോ? ഓക്കെ, ഒരാളെ കിട്ടി. പേരെന്താ? റിതക്ക് നന്നായിട്ട് ക്ലാപ്പെടുത്ത. ക്ലാപ്പ്. സ്റ്റോപ്പ്. ചില ആൾക്കാർ ഇങ്ങനെയാണ്, ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. രതി ഞാൻ വിളിച്ചത്, രതിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ച. എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല, ഒരു ചോക്ലേറ്റ് ആണ്. ടേക്ക് ഇറ്റ്. ഹലോ, ക്ലാപ്പ്. ഗോ ആൻഡ് ടേക്ക് യുവർ സീറ്റ്. പേരെന്താ? ഷഫ്രീന. എന്താ വിളിച്ചോ വരാതിരുന്നത്? ഷഫ്രീന സ്മാർട്ട് അല്ലേ? അതെ. ഇന്റലിജന്റ് അല്ലേ? ബുദ്ധിയുള്ള ആളല്ലേ? അതെ. മന്ദബുദ്ധിയാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് ഷഫ്രീനെ വിളിച്ചാൽ വന്നില്ല? നിങ്ങളൊക്കെ സ്മാർട്ടല്ലേ? ഇന്റലിജന്റ് അല്ലേ? മന്ദബുദ്ധികളാണോ? പിന്നെന്താ വിളിച്ചാൽ വരാതിരുന്നത്? എവിടെയാ കുഴപ്പം?
ഇത്രയും പേരിരിക്കുന്നതിൽ സ്മാർട്ടായി ഇൻ്റലിജൻ്റായ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് സംശയം, ഞാൻ അത്ര സ്മാർട്ടാണോ ഇൻ്റലിജൻ്റ് ആണോ? ബാക്കിയെല്ലാ ആൾക്കാരും എന്നേക്കാൾ മിടുക്കരാണ്. വേറെ ചില ആൾക്കാർ മറ്റു ചില ആൾക്കാരെ തള്ളി പറഞ്ഞേക്കാൻ ശ്രമിക്കുക, നീ പോയിക്കോ, ഞാൻ സ്മാർട്ടല്ല, നീ അല്ലേ സ്മാർട്ട് എന്നാണ്. ഒരു മിഠായി തരാൻ വേണ്ടി വിളിച്ചാൽ വരെ മുമ്പോട്ടുള്ള ധൈര്യമില്ലേ, പിന്നെ മുമ്പോട്ട് പോവുക? അത് പറഞ്ഞിരുന്നു. ഒരാളെ വിളിച്ച സമയത്ത് എല്ലാ ആൾക്കാരും ഒന്ന് ചേർന്നിട്ടിരുന്നെങ്കിൽ എല്ലാ ആൾക്കാർക്കും ചോക്ലേറ്റ് കിട്ടിയിരുന്നു. ഞാൻ ബാഗ് നിറയെ ചോക്ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് സങ്കടമായി, മോശമായി പോയി, എഴുന്നേൽക്കാമായിരുന്നു. ഇനി വിളിച്ചാൽ വരുമോ? ഉറപ്പാണോ? ഇനി വിളിക്കൂല. ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് രണ്ടാമതൊരവസരം ഉണ്ടാവില്ല, ഒരവസരമൊക്കെ ദൈവം തരുള്ളൂ. ഇവിടെ നഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്ത് പോയിട്ട് 4-5 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് തിന്ന് സങ്കടം തീർക്കാൻ പറ്റിയേക്കും. പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് സങ്കടം തോന്നാറുണ്ട്, മോശമായിപ്പോയി. അന്ന് സാറന്മാരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഗ്രേഡ് മാറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന സ്കൂളിൽ എനിക്ക് +1 അഡ്മിഷൻ കിട്ടിയായിരുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും +1 അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു, എനിക്ക് മാത്രം ഒരു സ്ഥലത്തും കിട്ടിയില്ല. ഇവിടെ ഒരു മാർക്ക് പോലും പ്രധാനമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുത്ത് പരീക്ഷയിൽ 69 മാർക്ക് കിട്ടി, സിയുടെ മാർക്ക് 20 കിട്ടി, ആകെ എത്രയായി? 89. ഏത് ഗ്രേഡാ? എ ഗ്രേഡ്. ഒരു മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ 90 ആയി, A+ ആയി. 79 ആണെങ്കിൽ B+ ആണ്. 80 ആയാൽ എ ഗ്രേഡായി. ഒരു മാർക്കിനായിരിക്കാം എ ഗ്രേഡ് വേണോ A+ വേണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ആ ഒരു മാർക്കായിരിക്കാം ഏത് സ്കൂളിൽ +1 അഡ്മിഷൻ കിട്ടണം തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം എന്തായി തീരണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒറ്റ മാർക്കിന്റെ ബേസിലാവാം. അതുകൊണ്ട് ഒരു മാർക്ക് പോലും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ നിമിഷവും വളരെ പ്രധാനമാണ്. 36 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 36 ദിവസം ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കഴിയാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാം. അതല്ല, ഈ 36 ദിവസക്കാലം നിങ്ങൾക്ക് നന്നായിട്ട് കഷ്ടപ്പെടാം, പക്ഷെ ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. ഏതാ വേണ്ടേ? രണ്ടും വേണോ? നടക്കൂല. ഓപ്ഷൻ ഈസ് യൂസ്. ഈ 36 ദിവസമല്ലേ, ഈ 2 മാസം, മാർച്ച് 27 മറ്റോ പരീക്ഷ കഴിയുന്നത്, അതുവരെ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. അരടി എങ്കിൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റൊരു സംശയമില്ല. അല്ലെങ്കിൽ A+ ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ സ്വർഗ്ഗലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന മക്കളൊന്നല്ല, നിങ്ങളെപ്പോലത്തെ കുട്ടികൾ തന്നെയാണ്. അതിന് വീട്ടിലെ സൗകര്യങ്ങളോ പാരൻസിന്റെ ബാങ്ക് ബാലൻസോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ തടസ്സമല്ല. ദേവിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പരപ്പനങ്ങാടിക്കടുത്ത് വള്ളിക്കുന്ന് CBHSS പഠിച്ചൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് ജന്മന 2 കൈയില്ല. ഇത്തരം കുട്ടികൾ പരീക്ഷ എഴുതുന്ന സമയത്ത് സർക്കാർ കൂടുതൽ സമയം അനുവദിക്കും, വേണമെങ്കിൽ പകരം വേറൊരാളെ വെച്ച് പരീക്ഷ എഴുതാം. പക്ഷേ ഈ കുട്ടി പറഞ്ഞ്, എനിക്ക് പകരം ആൾ വേണ്ട, കൂടുതൽ സമയം വേണ്ട, സ്വന്തമായിട്ട് പരീക്ഷ പറഞ്ഞ് വാശി പിടിച്ചു, സ്വന്തമായിട്ട് പരീക്ഷ എഴുതി. നിലത്തിരുന്ന് വലതുകാലിൻ്റെ വിലകൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ട് പേന പിടിച്ചിട്ട് ആ പെൺകുട്ടി പരീക്ഷ എഴുതി. എന്നിട്ടോ ഒരു ഗ്രേസ് മാർക്കിൻ്റെയും ആനുകൂല്യമില്ലാതെ 10th എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചു ആ പെൺകുട്ടി. അതേ സ്കൂളിൽ +2 ചേർന്നു. +2 കുട്ടി പാസ്സായി. എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചു എന്ന് മാത്രമല്ല, 1200 +2ൻ്റെ മാർക്ക്. 1200 1196 മാർക്കുമായിട്ടാണ് ആ പെൺകുട്ടി +2 പാസ്സായത്. ഇപ്പോൾ ഫറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളെക്കുറിച്ച് പത്രത്തിലെന്ന വാർത്ത. 2 കൈയുമില്ലാത്തൊരു പെൺകുട്ടിക്ക് നിലത്തിരുന്ന് വലതുകാലിൻ്റെ വിരലുകൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ട് പേന പിടിച്ച് പരീക്ഷ എഴുതി ഇത്തരത്തിലുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ യെസ് വി ക്യാൻ, നമുക്കും പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റ് സിലബസിനേക്കാൾ കുറച്ചുകൂടി ടഫാണ് CBSE പരീക്ഷ. അതിന് മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. CBSE പരീക്ഷയിൽ കഴിഞ്ഞ വർഷത്തെ 2024 മാർച്ച് മാസത്തിൽ +2 12ൽ സൗത്ത് ഇന്ത്യയിൽ 1ാം റാങ്ക് വാങ്ങിച്ചൊരു കുട്ടിയുണ്ട്, വിപിൻ. മലയാളിയാണ്, പാലക്കാട്ടുകാരൻ. അദ്ദേഹത്തെക്കുറിച്ച് TV-യിൽ വന്നൊരു വാർത്തയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ 1ാം റാങ്ക് നമ്മുടെ പാലക്കാട് കരിമ്പയിലെ ഒരു വീട്ടിൽ നിന്നാണ്. മലമ്പുഴ ജവഹർ നവോദയ സ്കൂൾ വിദ്യാർത്ഥി വിപിനാണ് ആ റാങ്കുകാരൻ. മറ്റു വിദ്യാർത്ഥികളെ പോലെയല്ല, ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും മറികടന്നാണ് വിപിൻ ഈ നേട്ടം കൈവരിച്ചത്. നമുക്ക് വിപിന്റെ വിശേഷങ്ങൾ അറിയാം. ഓലയും ഷീറ്റും കൊണ്ട് മേനുണ്ടാക്കിയ വീട്, അതിനകത്ത് കാൽ മുറിച്ചു മാറ്റി കിടപ്പിലായ അച്ഛൻ. കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടായിരുന്നു പാലക്കാട് കരിമ്പ സ്വദേശി വിപിന്. പക്ഷേ പ്രതിസന്ധികളിൽ നിന്ന് ഊർജം കൊണ്ട് വിപിൻ നടത്തിയ പോരാട്ടമാണ് ഇന്നീ കാണുന്ന കുടിലിൽ സന്തോഷം എത്തിച്ചത്. കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി വിദ്യാഭ്യസിച്ച വിപിനാണ് ഇത്തവണ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ മറികടന്ന CBSE +2 പരീക്ഷയിൽ ഹൈദരാബാദ് റീജിയനിലെ 1ാം റാങ്കുകാരൻ. മാസങ്ങൾക്ക് മുമ്പാണ് രോഗം ബാധിച്ച് വിപിന്റെ പിതാവ് ശിവദാസന്റെ കാൽ മുറിച്ചു മാറ്റിയത്.
വീൽചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന ശിവദാസന്റെ ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന വീട് വിറ്റു. പിന്നീടാണ് താമസം ഈ കുടിലിലേക്ക് മാറ്റിയത്. വിപിന്റെ നേട്ടത്തിൽ ഇവിടെയുള്ളവർ സന്തോഷത്തോടൊപ്പം വലിയ പ്രതീക്ഷകളിലാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ 1ാം റാങ്ക് നേടാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും കൂടുതൽ അഭിമാനമാണ്. അതേപോലെ നമ്മുടെ ഈ നവോദയക്കൊന്നും ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അതിലെന്തായാലും നല്ല സന്തോഷമുണ്ട്. അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. എന്തായാലും ചെറുപ്പം മുതലേ എല്ലാം വൃത്തിയായിട്ട് ചെയ്തിരുന്നു. പ്രതീക്ഷയിൽ സന്തോഷമുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുന്നു. കേരളം, ആന്ധ്ര, തെലങ്കാന, കർണാടക, ലക്ഷദ്വീപ് അടങ്ങിയ റീജിയനിൽ 99.2 മാർക്ക് നേടി ഒന്നാമതെത്തിയ വിപിന് ഇനിയും ലക്ഷ്യങ്ങൾ. ഇത്തരത്തിലുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരാൾ പോലും എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇരിക്കാനോ ചെയറില്ല, പുസ്തകം വെക്കാനോ ഡെസ്കോ ടേബിളോ സൗകര്യങ്ങളോ ഇല്ല, കിടക്കാനോ കട്ടിലോ ബെഡോ അങ്ങനത്തെ ഒരു സൗകര്യമില്ല. ആകെയുള്ള ഒരു റൂം. അച്ഛനാണെങ്കിൽ അരക്കത്തായിട്ട് സ്വാധീനമില്ല, വീൽ ചെയറിൽ. അത്തരത്തിലുള്ള വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ ഒന്നായുള്ള CBSE പരീക്ഷയിൽ 12th 99.2% മാർക്കുമായിട്ട് സൗത്ത് ഇന്ത്യയിൽ 1ാം റാങ്ക്. യെസ് വി ക്യാൻ. വേറെ കുട്ടി കാസർഗോഡ് ജില്ലയിലുള്ള വാർത്തയാണ്. എൻഡോസൾഫാൻ ബാധിതനായി ജനിച്ചൊരു കുട്ടി. എൻഡോസൾഫാനെ കുറിച്ച് അറിയാലോ അല്ലേ? അതൊരു കീടനാശിനിയാണ്. അത് തളിച്ച പ്രദേശത്തൊക്കെ ജനിക്കുന്ന കുട്ടികൾ വികൃത രൂപികളായിട്ടാണ് ജനിക്കുന്നത്. അത്തരത്തിൽ പ്രയാസത്തോടെ ജനിച്ചൊരു കുട്ടി. ഈ കുട്ടിക്ക് നേരെ നിൽക്കാൻ വയ്യ, കയ്യും കാലൊക്കെ ചുക്കിച്ചുളിഞ്ഞു പോയിട്ടുള്ള കുട്ടി, കണ്ണ് പോലും ശരിക്കും പൂട്ടി തുറക്കാൻ പറ്റാത്തൊരു കുട്ടി, നീങ്ങി നിരങ്ങി മൃഗതുല്യം ജീവൻ നയിക്കുന്ന ഒരു പാവം കുട്ടി. ഇവനും വേണമെങ്കിൽ പകരം വേറൊരാൾ വെച്ച് പരീക്ഷ എഴുതാമായിരുന്നു, കൂടുതൽ സമയം ചോദിക്കാമായിരുന്നു. ഈ കുട്ടിയും പറഞ്ഞ് എനിക്ക് പകരം ആൾ വേണ്ട, കൂടുതൽ സമയം വേണ്ട, സ്വന്തമായിട്ട് പരീക്ഷ എഴുതുന്നു. സ്വന്തമായിട്ട് പരീക്ഷ എഴുതി ചുക്കിച്ചുളിഞ്ഞ വിരലുകൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ട് പേന പിടിച്ചിട്ട്. നിങ്ങളെപ്പോലെ ബെഞ്ചും ഡെസ്ക് ഉപയോഗിക്കാനോ കഴിയില്ല, ബെഞ്ചിൽ ഇരിക്കാൻ കഴിയില്ല, തറയിൽ തുണി വിരിച്ച് നിലത്ത് കിടന്ന് പരീക്ഷ എഴുതി. അവൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് പത്രത്തിൽ വന്ന വാർത്ത. ദുരിതരോഗം തലതാഴ്ത്തുന്നു, കിരൺ രാജൻ്റെ വിജയത്തിന് ആകാശത്തോളം തലയെടുപ്പെന്ന്. അവന് 10th കിട്ടിയിരിക്കുന്ന മാർക്ക് എങ്ങനെയാണ്? 3 A+, 4 A, 3 B+. യെസ്, ഇത്തരം കുട്ടികൾക്കരെ ഇത്തരത്തിൽ മികച്ച സ്കോറിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കോറിലേക്ക് എത്താൻ പറ്റാത്തത്? യെസ് വി ക്യാൻ. നമുക്കും സാധ്യമാണ്. ഇനിയും വൈകിട്ടില്ല. ഞാൻ ഇത്തരത്തിൽ ഒരുപാട് സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ കാണാറുണ്ട്. പലപ്പോൾ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് പല കുട്ടികളും ജയിച്ചാലെ സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ മലപ്പുറത്തിനടുത്തുള്ള മക്കരപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിൽ പോയിരുന്നു. അവിടെ ഉച്ചയ്ക്കായിരുന്നു പ്രോഗ്രാം. പിന്നെ പരീക്ഷയ്ക്ക് ഒരു 10-30 ദിവസമേ ബാക്കിയുണ്ടായുള്ളൂ, ജനുവരി അവസാനത്തെ ആഴ്ചയില്ല. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എല്ലാ ആൾക്കാരും നല്ല ഗ്രേഡോടെ പാസ്സാവുന്നൊക്കെ. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ട് എന്നെ വളഞ്ഞു. അടിക്കാനല്ല, പേരും അഡ്രസ്സൊക്കെ ചോദിച്ചോണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞ ഒരു കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, സർ ഞാനും ജയിക്കുമെന്ന് ചോദിച്ചെന്നോട്. ഞാൻ അവനോട് പേരെന്താന്ന് ചോദിച്ചു. പേര് നബീൽ എന്ന് പറഞ്ഞു. ഞാൻ നബീൽ എന്താ ജയിക്കാതെ? നബീലും ജയിക്കില്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവൻ എന്നോട് ചോദിക്കുകയാണ്, ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് സാറിന് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞാലല്ല അറിയൂ, പറയൂ എന്ന് പറഞ്ഞു. അവൻ്റെ മഹത്തായ മാർക്കുകളൊക്കെ പറയാൻ തുടങ്ങി. മാത്തമാറ്റിക്സ് 3, ഇംഗ്ലീഷ് 2, ഫിസിക്സ് 3, എല്ലാം 2, 3 മാർക്കുകളാണ്. ഒരു വിഷയത്തിൽ മാത്രമാണ് അവർ 2 അക്കമുള്ള മാർക്ക് കിട്ടിയിരിക്കുന്നത്, അറബിക്കിൽ. അതിൽ 11 മാർക്കുണ്ട്. ബാക്കി എല്ലാ വിഷയത്തിലും 5-ൽ താഴെ. അപ്പോൾ അവരോടും ചോദിച്ചു, എന്ത് ഇപ്പം നിനക്ക് തോന്നാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സർ ഇതുവരെ ഞാൻ എന്തായാലും തോൽക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കും ജയിക്കുന്നൊരു തോന്നൽ. ഈ 40 ദിവസം അല്ലെങ്കിൽ 35 ദിവസം കൊണ്ടൊക്കെ പഠിച്ച് പാസ്സാകാൻ പറ്റുമെന്ന് ചോദിച്ചു. കുറച്ച് നേരം ഞാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അവനവൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൻ പറയാണ്, സർ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഹാഫ് ഇയർലി പരീക്ഷയുടെ പ്രോഗ്രസ് കാർഡ് വിതരണം. എല്ലാ പാരൻസിനും സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. കഷ്ടകാലത്തിന് എങ്ങനെയോ അറിഞ്ഞിട്ട് എൻ്റെ ബാപ്പി അന്ന് സ്കൂളിൽ വന്ന് പെട്ടു. എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ ബാപ്പാനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്ത് ഞാൻ അറിയില്ല. അന്ന് രാത്രി വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കാനോ? മകനുണ്ടായിരിക്കുന്നു, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു സർ. അതിനുശേഷം ദിവസവും വീട്ടിൽ വഴക്കാണ് സർ. ആർക്കും എന്നെ ഇഷ്ടമല്ല സർ. എല്ലാ ആൾക്കാരും എന്നെ ഒരു പ്രശ്നക്കാരായിട്ട് കാണുന്നു. സ്കൂൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ സർ എന്നെയാണ് പിടിക്കുക. എവിടെ ഗ്ലാസ് പൊട്ടിയാലും പൈപ്പ് പൊട്ടിയാലും ഓട് പൊട്ടിയാലും കുക്കി വിളിച്ചാലും ഒക്കെ ഞാനായിരിക്കും അത്രേ. ഞാൻ ആ പരിസരത്ത് പോലും ഉണ്ടാവില്ല, എന്നാലും സാർ എന്നെ പിടിക്കുള്ളൂ. ഇപ്പം ഞാൻ വിചാരിക്കും ഞാൻ ചെയ്താലും പിടിക്കും, ചെയ്തില്ലെങ്കിൽ പിടിക്കും, പിന്നെ എന്തായാലും ചെയ്ത് കളയാമെന്ന് എനിക്കും തോന്നും. അതുമാത്രമല്ല സർ, ഫെബ്രുവരി 1 മുതൽ സ്കൂളിൽ സ്പെഷ്യൽ ക്യാമ്പ് ആരംഭിക്കുന്നുണ്ട്. തോൽക്കാൻ സാധ്യതയുള്ള കുട്ടികളെ സ്കൂളിൽ തന്നെ പിടിച്ചിരുത്തി അതിരാവിലെ വൈകിട്ട് വരെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. ഇടയിൽ ഭക്ഷണവും കാര്യമൊക്കെ അതുകൊണ്ട് അത്രേ. എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു ഞാനും പങ്കെടുക്കട്ടെ. ടീച്ചർ എന്നോട് പറഞ്ഞത് നിന്നെ ഈ പരിസരത്തേക്ക് പോലും കാണാൻ പാടില്ല എന്നാണ്. സർ എനിക്ക് ജയിക്കണം സർ, ഇവരുടെയൊക്കെ നമ്മളോട് ഞെളിഞ്ഞ് നടക്കണം. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് ടീച്ചർ മുമ്പിലൂടെ. ടീച്ചർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല, എനിക്ക് ടീച്ചറെ ഇഷ്ടമല്ല എന്ന്.
ഞാൻ അത്തരത്തിൽ വാശി നിനക്കുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നീ തയ്യാറാവുകയാണെങ്കിൽ നിനക്ക് നല്ല ഗ്രേഡോടുകൂടെ പാസ്സാകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവനെക്കുറിച്ച് അനങ്ങ് മറന്നു പോയിരുന്നു. അന്ന് മെയ് ഫസ്റ്റ് വീക്കിലോ മറ്റോ റിസൾട്ട് രാവിലെ തന്നെ ഒരു കോൾ എനിക്ക് കിട്ടി, സർ ഞാനും ജയിച്ചിരിക്കുന്നു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്സപ്പിൽ അവന് ഡീറ്റെയിൽ മെസ്സേജും വന്നു. അധിക വിഷയങ്ങൾ അവന് C+ കിട്ടിയിരിക്കുന്നു. ഒരു വിഷയത്തിൽ B ഗ്രേഡ് ഉണ്ട്, വേറെ വിഷയത്തിൽ B+ ഉണ്ട്, ഒരു വിഷയത്തിൽ മാത്രമേ D+ ഉള്ളൂ, മാത്തമാറ്റിക്സിൽ മാത്രം. ഹലോ, ബാക്കി എല്ലാ വിഷയത്തിലും ഒരു വിഷയത്തിൽ മാത്രമേ D+ ഉള്ളൂ, മാത്തമാറ്റിക്സിൽ മാത്രം. ബാക്കി എല്ലാ വിഷയത്തിലും Cയും C+ഉം B ഗ്രേഡും B+ വരെ വാങ്ങി പാസ്സായിരിക്കുന്നു. ഹാഫ് പരീക്ഷയിൽ ഡിസംബർ നടന്നൊരു പരീക്ഷയിൽ 2, 3, 4 മാർക്കുകൾ മാത്രം വാങ്ങിച്ചൊരു കുട്ടിക്ക് കേവലം 35 ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കോറിലേക്ക് എത്താൻ പറ്റാത്തത്? യെസ്, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ആരടി എങ്കിൽ ഈ ദിവസം തന്നെ മതി. പക്ഷെ ഇനി വേറൊന്നിലേക്ക് നിങ്ങളുടെ മനസ്സ് ചാഞ്ചല്യപ്പെടരുത്. ഓൾ ദാറ്റ് വി ആർ ഇസ് എ റിസൾട്ട് ഓഫ് വാട്ട് വി ഹാവ് തോട്ട്. നമ്മൾ എന്താണോ നമ്മളെ പറ്റി ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. എനിക്കും പഠിക്കാൻ പറ്റും, എനിക്കും ജയിക്കാൻ പറ്റും, എനിക്കും A+ വാങ്ങിക്കാൻ പറ്റും. അതിൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ റിസൾട്ടും പോസിറ്റീവായിരിക്കും. നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നെങ്കിലോ, ഞാൻ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, 10ാം ക്ലാസ് എത്തിയ മഹാഭാഗ്യം, A+ സ്വപ്നം കാണാൻ പോലും കഴിയില്ല, ചിലപ്പോൾ ഒരു C+, മാത്തമാറ്റിക്സ് അതും കിട്ടൂല, പഠിച്ചോൻ അത് കിട്ടണേ എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. നമ്മൾ ചെയ്യാൻ പറ്റില്ലാതിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കാൻ പറ്റില്ലാതിരിക്കുന്ന പല കാര്യങ്ങളും പഠിക്കാനും പറ്റുന്നേ ഉള്ളൂ. ഈ ചെയറ് സാധാരണ അല്പം വെയിറ്റുള്ള ചെയറാണ്. ഒരു കൈ കൊണ്ടൊക്കെ ഈസി ആയിട്ട് പൊക്കാം അല്ലേ? ഒരു വിരൽ മാത്രം വെച്ച് ചെയർ തറയുന്ന പൊക്കാൻ പറ്റുമോ? ഇടത് കൈയുടെ ചെറുവരൽ മാത്രം വെച്ച് ചെയർ തറയുന്ന പൊക്കാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞൊരു കൈ പൊക്കിയേ, വെറുതെ പറഞ്ഞപ്പോൾ കാണിച്ചു തന്നു. അത് പറ്റിയില്ലെങ്കിൽ 500 രൂപ ഫൈൻ. ഇടത് കൈയുടെ ചെറുവരൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ കഴുത്തിൻ്റെ വരം വരെ പൊങ്ങണം. പറ്റുമെന്ന് ഇപ്പം ശ്രമിക്കണ്ട, പറ്റുമെന്ന് പറഞ്ഞൊരു കൈ പൊക്കിയേ, അവർക്ക് അഭിപ്രായമില്ല. ഇനി പറ്റില്ല എന്ന് പറഞ്ഞൊരു കൈ പൊക്കിയേ, എന്നിട്ട് അഭിപ്രായമില്ല. എടാ ഒന്നില്ല യെസ് എന്ന് പറ, അല്ലെങ്കിൽ നോ എന്നെങ്കിലും പറയേ. പറ്റുമെന്ന് പറഞ്ഞൊരു കൈ പൊക്കിയേ, കൈ പൊക്കടോ. പറ്റുമെന്ന് പറയുന്നത് പറ്റില്ല എന്ന് പറയുന്നൊരു കൈ പൊക്കിയേ, 2 പ്രാവശ്യം നിങ്ങൾക്ക് അഭിപ്രായം പറ്റുന്നില്ലെന്നോ? എന്താ ഇയാളുടെ അഭിപ്രായം? പറ്റുന്ന ഉറപ്പാ? ചേർന്നോട്ടെ പ്ലീസ്. നമ്മളൊരു ചെറുവിടാം. ഈ 2 ചെയർ ഇടത് കൈയുടെ ചെറുവല്ല മാത്രം വെച്ച് തറയിന്ന് പൊക്കാൻ പറ്റുമോ? പറ്റുമെന്ന് പറയുന്നൊരു കൈ ബുക്കേ, പറ്റില്ല എന്ന് പറയുന്നൊരു കൈ ബുക്കേ. എന്താ ഇയാളുടെ പേര്? ഹന്നയുടെ ഇടത് കൈയുടെ ചെറുവല്ല വെച്ച് 2 ചെയർ തറയിന്ന് പൊക്കാൻ പറ്റുമോ? ഇല്ല. പ്ലീസ് കമോൺ, ഇങ്ങോട്ടോടും, എഴുന്നേൽക്ക്. പറ്റുമോ ഹന്ന? ഇല്ല. നിനക്ക് അറിയെന്ന് പറഞ്ഞാൽ പോരെ? അതെല്ലാം വന്നല്ലോ, ശ്രമിച്ചു നോക്കടോ. പൊങ്ങട്ടെ അങ്ങനെ നന്നായിട്ട് പൊങ്ങ, ശ്രമിക്കേ, പൊങ്ങട്ടെ. ഒന്നൂടെ പറ്റും നിനക്ക്? അത്ര വെയിറ്റൊന്നുമില്ല, പൊക്കം പൊക്കിയോ ഒരു കൈ ഉണ്ട്. പോകട്ടെ, ഒന്നുകൂടി. യെസ്, പോട്ടെ പറ്റും. ഇവിടെ നിന്ന് കൊളുത്തിട്ട് പിടിച്ചു നോക്കിയാൽ നന്നായിട്ട് പോകും. പോകട്ടെ, മറിഞ്ഞു പോയില്ല, പോവും. പോകട്ടെ. കാല തട്ടുന്നു. പോകട്ടെ. പറ്റുടോ, കാണിച്ചു തരാം. പറ്റും, ശ്രമിച്ചു. പോകട്ടെ. ഒന്നു ശല്യ പറ്റൂ ഒന്നുകൂടെ ശ്രമിച്ചു. പോകട്ടെ. പറ്റൂടോ, ഒന്നും ശ്രമിച്ചു. ഇല്ല, പറ്റൂ. ഇനി പറ്റ ഇവിടെ പോയിക്കോ, പിടിച്ചോ. പറ്റൂ, കുഴപ്പമില്ല. ഒന്നുകൂടി ശ്രമിച്ചേ. ഇല്ല, കുഴപ്പമില്ല, പറ്റൂ. ഒറ്റ പൊക്കല പോകുന്നത്. പോകട്ടെ. ക്ലാപ്പ്. ഹന്ന ഇപ്പൊ പൊങ്ങിയോ? പൊങ്ങി. പിന്നെ എന്തുകൊണ്ട് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞ്? പറ്റാത്തോന്ന് നോക്കി, അപ്പൊ പറ്റിയില്ല. പിന്നെ എങ്ങനെ പൊങ്ങിയത്? ഇപ്പൊ നോക്കിയപ്പോ പറ്റി. ഹന്ന മുമ്പെങ്കിലും ഇത്തരത്തെ ശ്രമം നടത്തി നോക്കിയിരുന്നോ?
ഇല്ല. പിന്നെ എങ്ങനെയാ പറ്റില്ല എന്ന് പറഞ്ഞ് അത് കണ്ടപ്പോ തോന്നി, പിന്നെ എന്നെ പൊങ്ങിയത്? താങ്ക് യു, ക്ലാപ്പ്. ഒരു ചെയർ മാത്രം ഇട്ട സമയത്ത് കുറച്ച് പേര് കൈപ്പൊക്കിയിരുന്നു. 2 ചെയറിട്ട സമയത്ത് ഒരാൾ പോലും കൈപ്പൊക്കിയത്. എന്താ കരുത് കാണുമ്പോഴേ തിളക്കത്തിന് മണിക്കുക ആ 2 ചെയറോ എൻ്റെ ഈ ചെറുവിരലുണ്ടോ? ഒരിക്കലും പറ്റൂല. ആ ചിന്തയാണ് കുഴപ്പം. ഹന്നെ ഇങ്ങോട്ട് വിളിച്ചു, പറ്റൂല സർ. നിർബന്ധം തൊട്ട് നോക്കി, പറ്റൂല സർ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്, പറ്റൂല സർ. ഞാൻ നിനക്ക് പറ്റും. അപ്പോൾ എൻ്റെ മുഖത്തും നോക്കി. ഇയാൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, പറ്റാന്നല്ലേ പറയുന്നതാണ്. ഗത്യന്തരമില്ലാതെ അപ്പം നിർബന്ധിച്ചപ്പോഴാണ് തൊട്ട് നോക്കി. ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ചിന്തയാണ് പ്രശ്നം. നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല എന്ന്. ആ തീരുമാനത്തോടു കൂടെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പൊക്കാൻ പറ്റൂല. നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് 10 വിഷയത്തിൽ A+ കിട്ടും. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞത്? പറ്റൂല സർ. എന്തേ കാരണം? അത് കണ്ടാലറിയാം. മുമ്പ് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്താ ശ്രമിക്കായിരുന്നു? പണ്ടേ എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എന്താ ശ്രമിക്കുന്നത്? വേറെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ ആർക്കോ വേണ്ടി തൊട്ട് നോക്കും, എന്നിട്ട് പറ്റൂല എന്ന് പറയുകയും ചെയ്യും. ശ്രമിക്കൂ, നമുക്കും പറ്റും. ഹലോ, ഞാൻ ഹലോ ചോദിക്കും, അതേട്ടോള് ഹായ് എന്ന് പറയാം. ഹലോ 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 ഹലോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന പല കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ചിലക്കാർക്കിനെ ചില കാര്യം കാണുമ്പോൾ അങ്ങ് തീരുമാനിക്കും പറ്റില്ല. ചിലക്കാർ ചില ഹെഡിങ് കണ്ടാൽ മതി, അപ്പം തീരുമാനിക്കും ഈ ചാപ്റ്റർ നടക്കൂല. എന്താ കാരണം? ഹെഡിങ് കണ്ടാൽ അറിയാം. വേറെ ചിലക്കാർക്ക് അല്പം നീളമുള്ളൊരു ഇക്വേഷൻ കണ്ടാൽ മതി, അപ്പം തീരുമാനിക്കും ഈ പ്രോബ്ലം ഞാൻ തലകുത്തി മറിഞ്ഞാലും ചെയ്യാൻ പറ്റും തോന്നില്ല, ഇക്വേഷൻ നീളം കണ്ടില്ലെന്ന്. നിങ്ങളൊന്ന് ശ്രമിക്കുന്നതിന് മുമ്പ് പറ്റില്ല എന്ന് പറയാതിരിക്കുക. ധൈര്യമായിട്ട് മുമ്പോട്ട് വരൂ, ശ്രമിക്കൂ, നമുക്കും പറ്റുന്നേ ഉള്ളൂ. ആരടി? യെസ് വി ക്യാൻ. അത്തരത്തിൽ മനസ്സിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ തയ്യാറാവുക, പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. നമ്മൾ എന്താണോ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്തരത്തിൽ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടും. അത്ര റിസൾട്ടിലേക്ക് നമ്മൾ അറിയാതെ എത്തും. നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ മനസ്സ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പോലെയാണ് അത്രേ. കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താ? അതിന് സ്വന്തമായിട്ടൊരു കഴിവില്ലല്ലേ? നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഔട്ട്പുട്ട്. ഇപ്പം നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണ് ഒരു മിനി കമ്പ്യൂട്ടറാണല്ലേ? നിങ്ങളതിൽ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി 5 മണിക്ക് അലാറം സെറ്റ് ചെയ്യുന്നു. 5 മണിക്ക് തന്നെ അലാറം അടിക്കുന്നു. എന്തുകൊണ്ടാ? അതിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി 5 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് 5:30 അടിക്കുന്നെങ്കിലോ? നിങ്ങൾ അലാറം സെറ്റ് ചെയ്ത് 5 മണിക്ക്, പക്ഷെ അലാറം അടിക്കുന്ന 5:30. അങ്ങനെയാണെങ്കിലോ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്തോ കുഴപ്പമുണ്ട്. ആം റൈറ്റ്? ശരിയല്ലേ? നമ്മൾ കൊടുത്തതിനനുസരിച്ചുള്ള ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് കറക്റ്റ്. ആം റൈറ്റ്? ശരിയല്ലേ? അതിന് വിരുദ്ധമായിട്ടുള്ള ഔട്ട്പുട്ട് വരുമ്പോൾ അതിനെന്തോ കുഴപ്പമുണ്ടാവും. കൊടുത്തതിനനുസരിച്ച് ഔട്ട്പുട്ട് വരുമ്പോഴാണ് എപ്പോഴും ശരിയായി പ്രവർത്തിക്കുക അല്ലേ? ഹലോ, നിങ്ങൾ പറഞ്ഞ് നമ്മുടെ ബ്രെയിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊടുത്തതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് കറക്റ്റാണ്. നിങ്ങൾ പറയുക ഞാൻ എന്ത് പഠിച്ചാൽ ഓർമ്മയിൽ ഉണ്ടാവില്ല, ഓർമ്മയില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തരത്തിൽ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക, പഠിക്കുക, എന്നിട്ട് മറന്നു പോവുക. ഇറ്റ് മീൻസ് യുവർ ബ്രെയിൻ ഈസ് പെർഫെക്റ്റ്. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത വെച്ചാൽ തന്നെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് പരീക്ഷ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പരീക്ഷ എത്തിയാൽ ടെൻഷൻ അടിക്കുക. ഇറ്റ് മീൻസ് യുവർ ബ്രെയിൻ ഈസ് പെർഫെക്റ്റ്. നിങ്ങൾ പറഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ടെൻഷനാണെന്ന് പറയുകയും പരീക്ഷ ടെൻഷൻ അടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. മറന്നു എന്ന് പറഞ്ഞിട്ട് മറക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോഴാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല. ഞാൻ മറന്നു പോകുമെന്ന് പറയാൻ പാടില്ല. എനിക്ക് A+ കിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ചാക്കർ മാത്തമാറ്റിക്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തരത്തിൽ ചിന്തിക്കുക, എന്നിട്ട് പഠിക്കുക, മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട് ആവുക. ഇറ്റ് മീൻസ് യുവർ ബ്രെയിൻ ഈസ് പെർഫെക്റ്റ്. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയാതിരിക്കുക. പോസിറ്റീവായിട്ട് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ തയ്യാറാവുക. ആരടി? പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ നമുക്കും കഴിയും, ഒരു സംശയമില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ ഒന്ന് ഉണർത്താൻ തയ്യാറാവുക. കഴിവില്ലാത്തതല്ല പ്രശ്നം, പിന്നീട് കുഴപ്പം അതിനെ ഉറക്കി കിടത്തിയിരിക്കുക. പറ്റില്ല, നടക്കില്ല, കഴിയില്ല, അത്തരം ചില താരാട്ട് പാട്ടുകളൊക്കെ പാടിയിട്ട് അത്തരം താരാട്ട് പാട്ടുകളൊക്കെ തിരിച്ചു പാടുക. എനിക്ക് കഴിയില്ല എന്ന് പറയാം. ഇപ്പം എന്താ പറയാമോ? ഐ ക്യാൻ എന്ന് പറയണം. ഉറക്കെ പറയൂ. ഉറങ്ങുകയാണോ? ഐ ക്യാൻ എന്നോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ലെഫ്റ്റ് ടേൺ. ഇതേപോലെ ലെഫ്റ്റും അറിയില്ലേ? ഫ്രണ്ട്, റൈറ്റ് ടേൺ, ഫ്രണ്ട്. താങ്ക് യു. സിറ്റ് ഡൗൺ. കഴിവില്ലാത്തല്ല പ്രശ്നം, അതിനെ ഉറക്കി കിടത്തിരിക്കുക. എല്ലാ ആൾക്കാരും ഒരു വിരൽ കൊടുന്ന് കൈയടിച്ച് ക്ലാപ്പ് വിത്ത് 1 ഫിംഗർ പ്ലീസ്. ഓൾ ഓഫ് യു. ഒരു വിരലുണ്ട്. വിത്ത് 2, വിത്ത് 3, വിത്ത് 4, വിത്ത് 5. സ്റ്റോപ്പ്. ഇതിൽ ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ വ്യത്യാസം എന്താ? ആദ്യ ശബ്ദം കുറവായിരുന്നു, അവസാനം നല്ല ശബ്ദത്തിലേക്ക് എത്തി. ആദ്യ ശബ്ദം കുറയാനുള്ള കാരണം 5 വിരല സമയത്ത് ഒരു വിരൽ മാത്രം ഉപയോഗിച്ചു, അപ്പോൾ ശബ്ദം കുറഞ്ഞു പോയില്ലേ? അതേപോലെ കഴിഞ്ഞ ഏതെങ്കിലും പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടായിട്ടും അതിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, കഴിവില്ലാത്തതുകൊണ്ടല്ല.
നിങ്ങളുടെ മുഴുവൻ കേബിൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴുള്ള കേബിളിൻ്റെ 10%, നിങ്ങൾ ഇൻസ്റ്റയിലും റീലിടാനും ഓൺലൈൻ ഗെയിമിലും ഒക്കെ കളിക്കുന്ന കളിയുടെ 10% നിങ്ങളുടെ പഠന മേഖലയിലേക്ക് തിരിച്ചുവിടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുന്ന ഗ്രേഡുമായിട്ട് ജയിക്കാൻ പറ്റും. അത്തരത്തിൽ ഉയർന്ന ഗ്രേഡുമായിട്ട് ജയിക്കുന്നതിനെക്കുറിച്ച് ഇപ്പം തന്നെ മനസ്സിൽ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങാം. മാർച്ച് 3 നമ്മുടെ പരീക്ഷ ആരംഭിക്കും അല്ലേ? 26-ാം തീയതി മറ്റോ അവസാനിക്കും. ഏപ്രിൽ അവസാനത്തെ ആഴ്ചയിൽ റിസൾട്ടും വരും. ആ റിസൾട്ട് വരുന്ന ദിവസത്തെക്കുറിച്ച് മനസ്സിലൊന്ന് കണ്ടു നോക്കി. അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ഒരു ഉച്ചയ്ക്കാകുമ്പോഴേക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തേക്കാം. റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റിലേക്ക് പോകുന്നു, നമ്മുടെ നമ്പർ എൻ്റർ ചെയ്യുന്നു, ഉടനത്തെ റിസൾട്ട് വരുന്നു. എല്ലാ വിഷയത്തിലും A+. ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു, എൻ്റെ നമ്പർ തന്നെയാണോ ഇത്? അതെ, എൻ്റെ നമ്പർ തന്നെ. ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു, ഞാൻ തന്നെയാണോ ഇത്? അതെ, ഞാൻ തന്നെ. നിങ്ങളുടെ പാരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സൊക്കെ തോളിത്തട്ടി അഭിനന്ദിക്കുകയാണ്. എല്ലാ വർഷത്തിലും A+ഓ നിനക്കോ? അവർക്കൊന്നും വിശ്വാസം വരുന്നില്ല. അതെ, എനിക്ക് തന്നെ. ഇതാ കണ്ട കോപ്പിയാണ് പ്രിൻ്റൗട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. വീട്ടിൽ ബിരിയാണി, പായസം, ലഡു വിതരണം, കേക്ക് മുറി, ഇൻസ്റ്റയിൽ സ്റ്റാറ്റസൊക്കെ മാറുന്നു, കേക്ക് മുറിക്കുന്ന സ്പെഷ്യൽ റീല്. സ്വപ്നം കാണാൻ പറ്റുമോ? ചാക്കര സ്വപ്നം കാണാൻ പോലും തയ്യാറല്ല. നടക്കില്ല സർ. ഇതുവരെ മലയാളത്തിന് പോലും A+ ചരിത്ര ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ മാത്തമാറ്റിക്സ് ആയിരിക്കില്ലേ? കഴിഞ്ഞ പരീക്ഷ കിട്ടിയിരിക്കുന്ന മാർക്കൊന്നൊരു വിഷയമേ അല്ല, അതൊക്കെ മറക്കൂ. ഇന്ന് മുതൽ ഒരു പുതിയ ഗ്രേഡ് സ്വപ്നം കാണൂ. എന്നിട്ട് ഉറക്കെ പറയൂ. എന്ത് ഉറക്കെ പറയൂ? ശബ്ദം പോരാ. വൺസ് അഗൈൻ. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഈ 2 മാസം മതി. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസമുണ്ടെങ്കിലും എനിക്ക് പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നെങ്കിൽ എല്ലാ ബലഹീനതകളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റൊരു സംശയമില്ല. ജെസിക്ക കോക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ ചെറുപ്പത്തിലെ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് പൈലറ്റ് ആവണമെന്നാണ്. പക്ഷെ ജന്മന 2 കൈയില്ല. നമ്മളെ അവിടെ വെയിലാണെങ്കിൽ ആ ചെയറെടുത്ത് ഇപ്പുറത്തേക്ക് വന്നിരുന്നോ, ഈ ഭാഗത്തേക്ക് ഇരുന്നോ, ചെയറെടുത്തോ. ജന്മന 2 കൈയില്ല. ഈ കുട്ടി 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവേണ്ടത് കുട്ടികളോട്. പല കുട്ടികളും പലതും പറഞ്ഞു. ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, പലതും പറഞ്ഞു. ജെസിക്കയുടെ ഊഴം വന്നു. അവളോട് ചോദിച്ചു, നിനക്കാരാവേണ്ടത്? ഉടനെ അവളെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, എനിക്ക് പൈലറ്റ് ആവണമെന്ന്. ജന്മന 2 കൈയില്ല. ടീച്ചർ പറഞ്ഞു, മോളെ നിനക്ക് 2 കൈയില്ല. 2 കൈയില്ലാത്തതിനൊക്കെ ഇനി ആ പൈലറ്റ് ആവാൻ പറ്റുക? നീ വേറെന്തെങ്കിലും ആലോചിക്ക്, മറ്റെന്തെങ്കിലും കണ്ടെത്തൂ എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് പൈലറ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. ടീച്ചർ വീണ്ടും പറഞ്ഞു, മോളെ അമേരിക്കയിൽ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് പൈലറ്റ് പരിശീലനം നിയമപരമായി തന്നെ പാടില്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് പൈലറ്റ് ആകാൻ പറ്റുക? നീ ഒന്നുകൂടി ആലോചിക്ക്, വേറെന്തെങ്കിലും ഉത്തരം കണ്ടെത്തൂ എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് വേറെ ഉത്തരമൊന്നുമില്ല, എനിക്ക് പൈലറ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. ടീച്ചർ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മോളെ നിനക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞു. ജെസിക്ക പറയാ, അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ വാശിയ, എന്തുകൊണ്ട് എനിക്ക് പറ്റൂല? ഞാൻ പൈലറ്റ് ആവുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടു. അത്തരത്തിൽ പരിശീലിക്കാനും അത്തരത്തിൽ വിമാനം പറത്തൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മനസ്സ് കണ്ടു. മോളെ ഇതാ ഇപ്പഴത്തേക്ക് വന്നോ, നിങ്ങൾ പുറത്തേക്ക് പോയത്, കമോൺ ഫ്രണ്ടിലേക്ക്. ആ ചെറുതെടുത്താ, ഇവിടെ ഒരുപാട് സ്ഥലം, ഇവിടെ സ്പേസ് ഇട്ടാൽ മതി. ആ പുറകിരിക്കുന്ന വീട്ടിലൊക്കെ മുമ്പോട്ടോ, കമോൺ. ഇവിടെ സ്ഥലമില്ലേ? ആ ചെറുതെടുത്തോ, അപ്പുറത്തേക്ക് വന്നോ. എടാ ചെറുതെടുത്ത് പുറത്തോട്ട് ഈ ഭാഗത്തേക്ക് വന്നോ, അല്ലെ ഫ്രണ്ടിലേക്ക് വന്നോ. അവൾ പറയാ, അന്ന് ടീച്ചർ എൻ്റെ മുഖത്തൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ വാശിയ, എന്തുകൊണ്ട് എനിക്ക് പറ്റൂല? ഞാൻ നന്നായിട്ട് പഠിച്ചു, 10th പാസ്സായി, +2 പാസ്സായി. പൈലറ്റ് ആവുന്ന എൻട്രൻസ് പരീക്ഷ എഴുതി. എൻട്രൻസ് പരീക്ഷയിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. പക്ഷേ ശാരീരിക പരിശോധനയിൽ ഞാൻ പുറത്താക്കപ്പെട്ടു. കാരണം കൈയില്ല. മാത്രം അമേരിക്കയിൽ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് പൈലറ്റ് പരിശീലനം നിയമപരമായി തന്നെ പാടില്ല. ഞാൻ കോടതി പോയി കേസ് കൊടുത്തു. കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പഠിക്കാനുള്ള അവസരം ലഭിച്ചത്. ആ ബാച്ചിൽ ആദ്യം പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ഞാനാണ്. ഞാൻ ഇന്ന് ലൈസൻസ്ഡ് പൈലറ്റാണ്. ബിക്കോസ് ദാറ്റ് ഇസ് മൈ ബേണിംഗ് ഡിസയർ. നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടോ? നമുക്കും സാധ്യമാണ്. യെസ്, അവളുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. She was born with no arms. Les Trent with her story of triumph and courage. This pilot is flying with no hands, literally. Jessica Cox is the nation's first and only licensed pilot who has no arms. When I tell people that I'm a pilot, they're like, what?
Jessica was born without arms, but she can do almost everything with just her feet, from putting in her contacts to texting her friends on her cell phone, even playing the piano. Jessica has a black belt in Taekwondo. She makes a living as a motivational speaker, but always had a fear of flying. So Jessica decided to face her fears head on and got a pilot's license. She talked with our Jim Murray. How is it possible to fly a plane without hands? You know, it's even hard for me to believe when I'm talking about it. You just do it. Jessica invited us up for a spin high above the Arizona desert. Her lucky flying shirt reads, "Look, Ma, no hands." She showed us how she controls her plane. And I would have my right foot right here on the yoke, and my left foot here on the throttle. And I'm using my big toe to push on the push-to-talk switch. So you feel perfectly safe? I do, yes. Is there any issue of safety at all? You know, there's not. After, an hour, just like driving with her in a car after an hour or so, you don't even really realize she has no arms. Our cameras were mounted. യെസ്, രണ്ട് കൈയുമില്ലാത്ത പെൺകുട്ടിക്ക് വിമാനം പറത്താൻ പറ്റുമെങ്കിൽ യെസ് വി ക്യാൻ, നത്തിങ് ഈസ് ഇംപോസിബിൾ. അവളോട് ചോദിക്കുന്നുണ്ട്, രണ്ട് കൈയുമില്ലാത്തവർക്ക് വിമാനം പറത്താൻ പറ്റിയെന്ന്. എന്നവൾ പറഞ്ഞ മറുപടി അതിൻ്റെ ഒരു വാശിയായിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ മുഖത്തൊക്കെ എൻ്റെ ടീച്ചർ പറഞ്ഞു നിനക്ക് പറ്റില്ല, അന്ന് എൻ്റെ മനസ്സിൽ തന്നൊരു വാശിയാണ്. യെസ്, നിങ്ങൾ അത്തരത്തിൽ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, വാശിയോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കും സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന പല മേഖലയ്ക്ക് എത്തിച്ചേരാൻ പറ്റുന്നേ ഉള്ളൂ. ആരടി? പക്ഷെ അതൊരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം. എന്താ ബേണിംഗ് ഡിസയർ എന്നാൽ? ഒരു കോഴിമുട്ട പുറത്തുള്ള സമ്മർദ്ദം കൊണ്ടാണ് പൊട്ടിക്കുന്നെങ്കിൽ ഒരു ജീവിതം അവസാനിച്ചു. അത് ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് പൊട്ടുന്നെങ്കിലോ ഒരു പുതുജീവിതം ഉണ്ടാവില്ലേ? ഞാൻ പറയുന്നുണ്ട്, ടീച്ചേഴ്സ് പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും പറയുന്നുണ്ടാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നെങ്കിൽ ദാറ്റ്സ് എ എക്സ്റ്റേണൽ പ്രഷർ. അത് മുട്ടേ തന്നെ ചത്തു. സോ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരാഗ്രഹം വരികയാണ്, ഇതുവരെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എൻ്റെ പാരൻസ് എൻ്റെ ടീച്ചേഴ്സ് എന്നെക്കുറിച്ച് കുറേ മോശമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരെ കൊണ്ടൊക്കെ നല്ലത് പറയിപ്പിക്കും, ഞാനിതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ നിന്നൊരു സ്പാർക്ക് വരികയാണെങ്കിൽ പിന്നെ നിങ്ങളെ പിടിച്ചു കെട്ടാൻ ലോകത്തൊരു ശക്തിക്കുമില്ല നിങ്ങൾക്കല്ലാതെ. ആരടി ആരടി അവിടെ ഇരിക്കാൻ സാറില്ലേ? നീ വന്നേ, സ്റ്റാൻഡപ്പ് 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 കമോൺ, ഇവിടെ സീറ്റ് ഉണ്ട്, വാ. ഇത്ര ബുദ്ധിമുട്ടിരിക്കണോ അവിടെ? ഒരാൾ മടിയിലൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ഹലോ ഹലോ ഹായ്, ഹലോ ഹായ്, ഹലോ ഹായ്, ഹലോ ഹലോ ഹലോ. യെസ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചിലക്കാരെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യമാണ്, ഇതൊക്കെ ശരി തന്നെയാണ്, എനിക്ക് പറ്റുമോ, നടക്കുമോ, ഈ 35 ദിവസം കൊണ്ടോ? കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ നോക്കായിരുന്നു, ഓക്കെ അല്ലേ? ഈ 35 ദിവസം മതി. പക്ഷെ ക്യാനായി എന്ന് പറയാൻ പാടില്ല. അപ്പം എന്താ പറയാവൂ? ഉറക്കെ പറയൂ, വൺസ് അഗൈൻ. പക്ഷെ ചിലക്കാർ അയക്കാന്നൊക്കെ പറയുന്നാലും മനസ്സിൽ പറ്റുമോ, സംശയം തീരുന്നില്ല. എല്ലാ വർഷത്തിലും A+, A ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? കഴിഞ്ഞ കുറേ പരീക്ഷകൾക്ക് നിങ്ങൾ കിട്ടിയിരിക്കുന്ന സ്കോർ ആയിരിക്കും അല്ലേ? കഴിഞ്ഞ കുറേ പരീക്ഷകൾക്ക് 20%, 30%, 40%, 50% മാർക്കുകളും മാത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരോട്, ഇതുവരെയും ഒരു വിഷയത്തിൽ പോലും 60% മേലെ മാർക്ക് വാങ്ങാൻ പറ്റാത്ത ആളോട് അടുത്ത പരീക്ഷയ്ക്ക് 80% കിട്ടും, 90% കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ വിശ്വാസം ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയാണ്. ആ അനുഭവങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് തടസ്സം നിൽക്കുന്നത്. ചെറിയ പരാജയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് അത് വെച്ച് അടുത്തതിനെ പറ്റി ആലോചിക്കുക. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാനും പറ്റൂല. അത് മറക്കണം. ആരടി? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, നമുക്കൊരു തോട് ചാടിക്കടക്കണം. നിങ്ങൾ കഴിഞ്ഞ 3 പ്രാവശ്യം ചാടിയപ്പോഴും വീണിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യം നിങ്ങളോട് ഒരാൾ ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? പറ്റൂല സർ, കഴിഞ്ഞ പ്രാവശ്യം വീണ വേദന ഇപ്പോഴും മാറിയിട്ടില്ല, ഞാൻ പഠിക്കില്ല എന്ന് പറയും. നിർബന്ധിച്ച് ചാടിച്ചാലോ നിങ്ങൾ വീഴും. കാരണം നിങ്ങളുടെ മനസ്സെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീഴും വീഴും വീഴുന്നു. മനസ്സങ്ങനെ പറയാനുള്ള കാരണം എന്താ? കഴിഞ്ഞ 3 പ്രാവശ്യം വീണതുകൊണ്ട്. അവിടെ അത് മറന്നാലേ പുതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ കിട്ടിയിരിക്കുന്ന എല്ലാ മാർക്കുകളും മറന്നേക്കോ. AFL പരീക്ഷ കിട്ടിയിരിക്കുന്ന മാർക്ക്, പ്രീ മോഡൽ പരീക്ഷ കിട്ടിയിരിക്കുന്ന മാർക്ക് ഒക്കെ മറന്നേക്കാം. ആരടി? എന്നെ വിട്ടിപ്പെട്ട് പറഞ്ഞേക്ക്, ഇതുവരെ എൻ്റെ മാർക്കിനെ കുറിച്ചോ എൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ മിണ്ടരുത്, ഞാൻ പുതിയ ആളാണ്. ആരടി? യെസ്. പാരൻസിനോട് എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ കാല പരാജയങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ വീണ്ടും പരാജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരാജയങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ പ്രശ്നങ്ങളെക്കുറിച്ചോ വീണ്ടും വീണ്ടും പറയരുത്. മറക്കേണ്ടത് മറക്കുക തന്നെ ചെയ്യണം. ആരടി?
ഞാൻ ചെറിയൊരു മാത്തമാറ്റിക്സ് പ്രോബ്ലം തരാം. മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയമല്ലേ? പറ്റൂല. അത് ഇന്നെ കഴിഞ്ഞ കാലം ഇപ്പോൾ മാത്തമാറ്റിക്സ് അത് പറ്റൂല. എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് പറ്റില്ല എന്ന് പറയുന്നത്? കാരണം ഇതുവരെ മാത്തമാറ്റിക്സ് ചെയ്തിട്ട് എവിടെയൊക്കെ കുഴപ്പമുണ്ടായിട്ടുണ്ട്. അത് തലയിൽ ഇങ്ങനെ കൊണ്ടുനടക്കുക, എന്നിട്ട് മാത്തമാറ്റിക്സ് പറ്റൂല എന്ന് പറയുകയും ചെയ്യാം. പറ്റില്ല വിചാരിച്ച് പഠിക്കുമ്പോൾ പറ്റിയില്ല. സിമ്പിൾ മാത്തമാറ്റിക്സ് എനിക്ക് ഉറക്കെ ഒന്ന് കൂട്ടി പറഞ്ഞു തന്നാൽ മതി. ഇതെത്രയാ?